ഒരു കൂട്ടലുകളോ കുറയ്ക്കലുകളോ ഇല്ലാതെ വളരെ കൃത്യതയോടെ ചുരുക്കി ഒരു കഥ കേൾക്കുന്നത് പോലെ നമുക്ക് പറഞ്ഞു പോകാം. 1995 ജൂലൈ 2. സമയം രാത്രി 11:20 കഴിഞ്ഞിരിക്കുന്നു. ദില്ലിയിലെ അശോക റോഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിൾ നസീർ കുഞ്ഞും ഹോം ഗാർഡ് ചന്ദ്രപാലും പതിവ് പോലെ പട്രോളിങ്ങിന് ഇറങ്ങിയിരുന്നു. പെട്ടെന്നാണ് അശോകയാത്ര നിവാസിന് സമീപത്തുള്ള അശോക റോഡിൽ നിന്നും ഒരു സ്ത്രീയുടെ അലർച്ച അവരുടെ ചെവിയിൽ വീണത്. ആ അലർച്ച കേട്ട ദിക്കിലേക്ക് അവർ പാഞ്ഞു. അവിടെ എത്തിയപ്പോൾ കണ്ടത് ഒരു ജനക്കൂട്ടത്തെയാണ്. എല്ലാവരും അശോകയാത്ര നിവാസിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി പരിഭ്രാന്തരായി നിൽക്കുന്നു. അവിടെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അഗ്നിനാളം ആകാശത്തേക്ക് ഉയരുകയാണ്. ആ റെസ്റ്റോറൻറ്റ് മറ്റൊന്നുമല്ല, കുപ്രസിദ്ധമായ ഭാഗ്യ ബാർബിക്യൂ തന്നെ. സമയം കളയാൻ നിൽക്കാതെ അദ്ദേഹം വെസ്റ്റേൺ കോർട്ടിലെ പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് ഓടി. അവിടെയുള്ള വയർലെസ് സെറ്റ് വഴി സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. തിരികെ റെസ്റ്റോറൻറ്റിന് മുന്നിലെത്തിയപ്പോൾ പുകയുടെ തീവ്രത വർദ്ധിച്ചിരിക്കുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ മുൻവശത്തുകൂടി ഉള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥ. നസീറും ചന്ദ്രപാലും ഒന്ന് തീരുമാനിച്ചു: പിൻവശത്തുകൂടി മതിലു ചാടി അകത്ത് കടക്കുക. മതിലു ചാടി അകത്തെത്തിയ നസീർ കണ്ടത് ആരെയും അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. തന്തൂരി അടുപ്പ് പുകയുന്നു. അതിനടുത്ത് വിറകുകൾ അടുക്കി വെച്ചുകൊണ്ട് ഒരാൾ. നസീർ അലറി: നിങ്ങളിങ്ങനെ തീയിട്ടാൽ ഹോട്ടൽ മുഴുവൻ കത്തിയമരില്ലേ? അപ്പോൾ ആ മനുഷ്യൻ, അതായിരുന്നു മാനേജർ കേശവകുമാർ, അങ്ങേയറ്റം ഗൗരവത്തിൽ പറയുന്നു: ഞാൻ ഇവിടെയുള്ള കോൺഗ്രസിന്റെ പഴയ പോസ്റ്ററുകൾ കത്തിക്കുകയാണ്. തീ ആളിപ്പടരാതെ നോക്കാൻ എനിക്കറിയാം. ആ മറുപടിയിൽ എന്തോ ഒരു പന്തികേട് നസീറിന് തോന്നി. വീണ്ടും അടുപ്പിലേക്ക് അവർ പാഞ്ഞു ചെന്നു. ഇത്തവണ നസീർ കണ്ടത് ഒരു മനുഷ്യന്റെ കാലാണ്. അടുപ്പിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ കരിഞ്ഞു തുടങ്ങിയ മനുഷ്യന്റെ കുടലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അത് വെറുമൊരു പോസ്റ്റർ കത്തിക്കലായിരുന്നില്ല, ഒരു സ്ത്രീയുടെ ശരീരത്തെ ദഹിപ്പിക്കാനുള്ള മൃഗീയമായ ശ്രമമായിരുന്നു. ഈ ഒരു 6 അടിയോളം വലിപ്പമുള്ള തന്തൂറാണ് അടുപ്പ് വലുത്. അപ്പോൾ ഇരിഞ്ഞ ഭാഗത്ത് നോക്കിയപ്പം വീണ്ടും അത് കത്തുകയും അതിൽ നിന്ന് വെള്ള പുക വരികയും സ്മെല്ലിന് വ്യത്യാസം വരികയും ചെയ്തു. തന്തൂറിൻ്റെ ആ മുകളിൽ കിടന്ന തടിയെല്ലാം നീക്കി നോക്കിയപ്പം 2 എല്ല് എരിഞ്ഞു കൂട്ടി ഇങ്ങനെ ഇരുന്നു, കൊമ്പ് പോലെ. അപ്പം ഞാൻ ചോദിച്ചു എന്തോ ഇതെന്ന്. അപ്പോൾ കേശവ് പറഞ്ഞ് അത് ആടിനെ പൊരിക്കുവാണ്. ഇത്രയും ഈ പറഞ്ഞതിനുള്ളിൽ ഞാൻ നോക്കിയപ്പം ആ കുടല് പൊട്ടി വൻകുടലും എല്ലാം കൂടെ വെളിക്കോട്ട് വരുന്ന ആ സീനാണ് ഞാൻ കാണുന്നത്. വല്ലാത്തൊരു ഭയാനക സീനായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ആ തടിയെടുത്തെല്ലാം മാറ്റി നോക്കിയപ്പോൾ ഒരു ലേഡിയുടെ ബോഡിയാണെന്ന് മനസ്സിലായി. അതിന് മുട്ട് മുതൽ താഴോട്ട്, കാൽമുട്ട് മുതൽ താഴോട്ട് മുറിച്ചിട്ടുണ്ട്. കൈമുട്ട് എരിഞ്ഞ് നിൽക്കുന്ന ആണ് ഈ എല്ല് പോലെ തോന്നി. ആ അസ്ഥി കഷ്ണമാണ് ഈ എല്ല് പോലെ നിന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ ടൈറ്റായിട്ട് ഗ്രിപ്പ് ചെയ്ത് മെസ്സേജ് കൊടുത്തു പോലീസ് കൺട്രോൾ റൂമിന്. പോലീസ് കേശവകുമാറിനെ പിടികൂടി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അയാൾ ആ ഞെട്ടിക്കുന്ന സത്യം പറയുന്നത്. രാത്രി 10 മണിയോടെ സുശീൽ ശർമ്മ തന്റെ കാറുമായി അവിടെ എത്തിയിരുന്നു. കാറിന്റെ ഡിക്കി തുറന്നപ്പോൾ അയാൾ കണ്ടത് ഒരു ഷീറ്റിൽ പൊതിഞ്ഞ ശവശരീരമാണ്. സുശീൽ പറഞ്ഞ വാചകം കേശവകുമാറിന്റെ മനസ്സിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു: എനിക്കൊരു കയ്യബദ്ധം പറ്റി, ഈ തെളിവ് നശിപ്പിക്കണം. അങ്ങനെ ആ തന്തൂരി അടുപ്പ് ഒരു ശവദാഹ കേന്ദ്രമായി മാറി. അടുപ്പിനകത്ത് കത്തുന്നത് വെറുമൊരു മൃതദേഹമല്ല, ഒരു കൊലപാതകത്തിന്റെ തെളിവുകളാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കേശവകുമാർ തന്റെ മുതലാളിയായ സുശീൽ ശർമ്മയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി തുടങ്ങി. രാത്രി 10 മണിക്ക് സുശീൽ ശർമ്മ ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ റെസ്റ്റോറന്റ് അടച്ചുപൂട്ടാൻ അയാൾ ഉത്തരവിട്ടിരുന്നു. ഭക്ഷണശാലയിൽ ഇരുന്നവരെയും പാർസൽ വാങ്ങാൻ എത്തിയവരെയും അയാൾ നിർബന്ധപൂർവ്വം പുറത്താക്കി. തുടർന്ന് കാറിന്റെ ഡിക്കിയിലുണ്ടായിരുന്ന ടാർപോളിനിൽ പൊതിഞ്ഞ മൃതദേഹം അടുപ്പിനകത്ത് എത്തിച്ചു. മൃതദേഹം അടുപ്പിന്റെ വലുപ്പത്തിന് ഒതുങ്ങാത്തപ്പോൾ സുശീൽ ശർമ്മ യാതൊരു ദയയുമില്ലാതെ ആ സ്ത്രീയുടെ കൈകാലുകൾ അറുത്തുമാറ്റി. ശേഷം തീ കത്തുവാൻ ഹോട്ടലിൽ ഉണ്ടായിരുന്ന നെയ്യ് വാരി ഒഴിച്ചു. തീ ആളിപ്പടരാൻ വേണ്ടി അവർ അവിടെയുണ്ടായിരുന്ന കോൺഗ്രസ് പോസ്റ്ററുകളും കടലാസുകളും തീയിലേക്ക് എറിഞ്ഞു. ഈ പുക കണ്ടാണ് പുറത്തുണ്ടായിരുന്ന അനുരാബ് ദേവി എന്ന സ്ത്രീയും മറ്റുള്ളവരും ബഹളം വെച്ചത്. പുലർച്ചെയോടെ ഈ വാർത്ത ദില്ലി നഗരത്തിൽ തീ പോലെ പടർന്നു. ദില്ലിയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഹോട്ടലുകളിൽ ഒന്നായ അശോകയാത്ര നിവാസിൽ ഇത്തരമൊരു സംഭവം നടന്നു എന്നത് ജനങ്ങളെ ഞെട്ടിച്ചു. അപ്പോഴേക്കും കൊല്ലപ്പെട്ടത് ആരാണെന്ന വിവരവും പുറത്തുവന്നു. സുശീൽ ശർമ്മയുടെ രഹസ്യഭാര്യയായ നൈന സാനിയാണ് കൊല്ലപ്പെട്ടതെന്ന് വാർത്തകൾ പരന്നു. മാധ്യമങ്ങൾ അശോകയാത്ര നിവാസിനെ വളഞ്ഞു. സുശീൽ ശർമ്മ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവായതുകൊണ്ട് തന്നെ സംഭവം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. പോലീസ് സുശീൽ ശർമ്മയുടെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിൽ രക്തക്കറയും വെടിയുണ്ടകൾ തറച്ച പാടുകളും കണ്ടെത്തി.
കാലിബർ റിവോൾവറിൽ നിന്നാണ് വെടിയുതിർത്തതെന്ന് ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തി. നൈന സാനിയെയും സുശീൽ ശർമ്മയെയും കാണാനില്ലെന്ന വാർത്ത പുറത്തുവന്നതോടെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങി. സംഭവ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സുശീൽ ശർമ്മയുടെ മാരുതി കാറിന്റെ ഡിക്കിയിൽ നിന്നും രക്തത്തിന്റെ അംശങ്ങളും നൈനയുടെ മുടിയും ഫോറൻസിക് സംഘം കണ്ടെടുത്തു. മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഡോക്ടർമാരുടെ പക്കലേക്ക് അയച്ചു. പോലീസിന്റെ അന്വേഷണം ഹൈദരാബാദിലെ DNA ലാബിലേക്ക് നീങ്ങി. നൈന സാനിയുടെ മാതാപിതാക്കളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളും കൊല നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച രക്തക്കറയും തന്തൂരി അടുപ്പിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തു. ഫലം വ്യക്തമായിരുന്നു, കൊല്ലപ്പെട്ടത് നൈന സാനി തന്നെ. നൈനയും സുശീൽ ശർമ്മയും തമ്മിലുള്ള ബന്ധവും നൈനയെ സുശീൽ എങ്ങനെ കൊല്ലപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കരീം പോലീസിന് കൈമാറി. കൊലപാതക വാർത്ത പത്രങ്ങളിൽ വന്നതോടെ ദില്ലി ഇളകിമറിഞ്ഞു. പോലീസ് സുശീലിനെ കണ്ടെത്താൻ ഡൽഹി മുഴുവൻ അരിച്ചുപെറുക്കി. അതേസമയം തമിഴ്നാട്ടിലെ ഒരു കോടതിയിൽ നിന്നും സുശീൽ ശർമ്മ മുൻകൂർ ജാമ്യം നേടിയെന്ന വാർത്ത പോലീസിനെ ഞെട്ടിച്ചു. എന്നാൽ ഈ ജാമ്യം അട്ടിമറിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. സുശീൽ ബാംഗ്ലൂരിലുണ്ടെന്ന് അറിഞ്ഞ പോലീസ് സംഘം അവിടെ എത്തി. പോലീസ് ഒടുവിൽ സുശീൽ ശർമ്മയെ അറസ്റ്റ് ചെയ്തു. ജാമ്യം റദ്ദാക്കപ്പെട്ടതോടെ സുശീൽ ശർമ്മയുടെ പിടിമുറുക്കം അഴിയുകയായിരുന്നു. എങ്കിലും കോടതിയിൽ അയാൾ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. താൻ തിരുപ്പതിയിൽ നേർച്ചയ്ക്ക് പോയതാണെന്നും നൈന മരിച്ച കാര്യം തനിക്കറിയില്ലെന്നും അയാൾ വാദിച്ചു. എന്നാൽ പോലീസിന്റെ കൈവശം കരുത്തുള്ള തെളിവുകളുണ്ടായിരുന്നു. നൈനയുടെ കൊലപാതകം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പോലീസ് തയ്യാറായി. ദൃക്സാക്ഷിയായ അനുരയുടെ മൊഴി സുശീലിനെ കുടുക്കി. സംഭവ ദിവസം രാത്രി മാരുതി കാറിൽ സുശീലിനെ ഹോട്ടലിൽ കണ്ടെന്ന് അനുര മൊഴി നൽകി. ഈ ഘട്ടത്തിൽ കോടതിയിൽ ഏറ്റവും നിർണായകമായത് ബാലിസ്റ്റിക് റിപ്പോർട്ടായിരുന്നു. സുശീലിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത .32 കാലിബർ റിവോൾവറിൽ നിന്നും ഫയർ ചെയ്ത വെടിയുണ്ടകളും നൈനയുടെ തലയിൽ നിന്ന് കണ്ടെടുത്ത വെടിയുണ്ടകളും ഒന്നാണെന്ന് ബാലിസ്റ്റിക് വിദഗ്ധൻ കോടതിയിൽ തെളിയിച്ചു. ഇതിനൊപ്പം DNA പരിശോധനയും ചേർത്ത് വായിച്ചപ്പോൾ സുശീൽ ശർമ്മയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞു. നൈനയുടെ ജീവിതം, രാഷ്ട്രീയത്തിലെ ഉയർച്ച, സുശീലുമായുള്ള വിവാഹം, ഒടുവിൽ ക്രൂരമായ കൊലപാതകം വരെയുള്ള സംഭവങ്ങൾ പോലീസ് കോടതിയിൽ അക്കമിട്ടു നിരത്തി. കോളേജ് തിരഞ്ഞെടുപ്പിലൂടെ സുശീലുമായി പരിചയപ്പെട്ട നൈന പിന്നീട് രാഷ്ട്രീയത്തിൽ വലിയ ഉയരങ്ങളിലെത്താൻ ആഗ്രഹിച്ചു. എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് തടസ്സമായത് സുശീൽ ശർമ്മയുടെ സംശയരോഗമായിരുന്നു. നൈന പഴയ സുഹൃത്തായ മത്ലൂബ് കരീമുമായി സൗഹൃദം തുടരുന്നത് സുശീലിന് സഹിക്കാനായില്ല. ജൂലൈ 2 രാത്രി വീട്ടിലെത്തിയ സുശീൽ കാണുന്നത് ലാൻഡ് ഫോണിൽ കരീമുമായി സംസാരിക്കുന്ന നൈനയാണ്. സുശീൽ അകത്തേക്ക് വരുന്നത് കണ്ട നൈന ഫോൺ വെച്ച് ഡ്രിങ്ക്സ് തയ്യാറാക്കാൻ അടുക്കളയിലേക്ക് പോയി. സുശീൽ ഉടൻ തന്നെ റീഡയൽ ബട്ടൺ അമർത്തി. ഫോണിന്റെ അപ്പുറത്ത് കരീമിന്റെ ശബ്ദം. തുടർന്നുണ്ടായ വലിയ വാക്കേറ്റം അവസാനിച്ചത് തോക്കിൻ മുനയിലായിരുന്നു. ധൈര്യമുണ്ടെങ്കിൽ എന്നെ വെടിവെക്ക് എന്ന് വെല്ലുവിളിച്ച് നൈനയ്ക്ക് നേരെ സുശീൽ 3 തവണ നിറയൊഴിച്ചു. വെടിയേറ്റു വീണ നൈനയെ കണ്ട് സുശീൽ അല്പനേരം സ്തംഭിച്ചുപോയി. പിന്നീട് പോലീസിന്റെ പിടിയിലാകില്ലെന്ന് ഉറപ്പുവരുത്താൻ അവൻ ഒരു കൊടും ക്രൂരത ആസൂത്രണം ചെയ്തു. മൃതദേഹം ഒരു ഷീറ്റിൽ പൊതിഞ്ഞ് കാറിന്റെ ഡിക്കിയിൽ കയറ്റി അശോകയാത്ര നിവാസിലേക്ക് കൊണ്ടുപോയി. അടുപ്പിന്റെ വലിപ്പക്കുറവ് കാരണം ശരീരം മുറിക്കേണ്ടി വന്നതും രക്തം തെറിച്ചതുമെല്ലാം അതീവ ക്രൂരമായിരുന്നു. തന്തൂരി അടുപ്പിൽ മൃതദേഹം കത്തുമ്പോൾ സുശീൽ ശർമ്മ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. പുറത്ത് പോലീസ് എത്തിയപ്പോൾ അവൻ ജനക്കൂട്ടത്തിനിടയിൽ മാറി നിന്ന് എല്ലാം നിരീക്ഷിച്ചു. അവസരം കിട്ടിയപ്പോൾ കാറുമായി കടന്നു കളഞ്ഞു. പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് ഇതൊരു സാധാരണ കൊലപാതകമല്ല, മറിച്ച് അപൂർവങ്ങളിൽ അപൂർവമായ ഒന്നാണെന്നാണ്. സ്വന്തം ഭാര്യയെ കൊന്ന് തെളിവ് നശിപ്പിക്കാൻ തന്തൂരി അടുപ്പിലിട്ട് ചുട്ട ആ ക്രൂരതയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. കോടതി സുശീൽ ശർമ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു. ഒപ്പം തെളിവുകൾ നശിപ്പിക്കാൻ സഹായിച്ചവർക്ക് 8 വർഷം തടവും വിധിച്ചു. ഹൈക്കോടതിയും വധശിക്ഷ ശരിവെച്ചെങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തമായി കുറച്ചു. നീണ്ട 23 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം 2018 ഡിസംബർ 22 സുശീൽ ശർമ്മ ജയിൽ മോചിതനായി. ഇന്ത്യയെ ഒന്നടങ്കം നടുക്കിയ ഭരണകൂടത്തിന്റെയും അധികാരത്തിന്റെയും മറവിലുള്ള ഈ ക്രൂരത ചരിത്രത്തിൽ ഇന്നും ഒരു കറുത്ത പാടായി അവശേഷിക്കുന്നു.